പിന്നീട് ഞങ്ങൾ പോയത് 36 വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പര് സെർവ് ചെയ്ത ആദ്യത്തെ യൂണിറ്റിലേക്കാണ്. For him, I think it would have been the most memorable part of the whole Kashmir journey. 1989 മുതൽ 1992 വരെ കശ്മീരിൽ തീവ്രവാദം അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലായിരുന്ന സമയത്ത് ഒരു യുവ ക്യാപ്റ്റനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ച അതേ യൂണിറ്റിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി അതേ കസേരയിൽ വീണ്ടും വന്നിരുന്നപ്പോൾ ആ ചിരിയിൽ ഞാൻ കണ്ടത് വെറും ഓർമ്മകൾ മാത്രമല്ല, അഭിമാനവും ദേശസ്നേഹവും വാക്കുകളാൽ പറഞ്ഞറിയിക്കാനാകാത്ത വികാരങ്ങളുമായിരുന്നു. വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ ശ്രീനഗറിൽ തിരിച്ചെത്തി. ഇന്ന് അവിടുത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് തന്നെ പുറത്തെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരു ഇൻഫ്ലുവൻസർ വലിയ കേമാന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിലാട്ടോ പോയത്. സത്യം പറഞ്ഞാൽ പറയണ കേമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡിന്. പിന്നെ ഈ പറഞ്ഞ കശ്മീർ വരെ വന്നിട്ട് കശ്മീരി വാസ്വാൻ കഴിക്കാണ്ട് പോയാൽ മോശമില്ലേ? വേണമെങ്കിൽ അവിടെ കുറച്ച് കാശ് നേർച്ചയിടണമെന്നുണ്ടായിരുന്നിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഭക്ഷണം കഴിക്കാൻ പോയതൊന്നല്ല ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അന്ന് രാത്രി ഞാനും മോളും കൂടി ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപരിചിതമായൊരു നഗരം, അറിയാത്ത കുറെ വഴികളും. ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്നുണ്ടോ? അതിനെയാണ് ആ നഗരത്തിന്റെ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ വെക്കാൻ കഴിയുന്ന ഒരിടമാണ് യഥാർത്ഥത്തിൽ സംസ്കാരമുള്ളൊരു സമൂഹം. കശ്മീർ എന്ന നഗരത്തെക്കുറിച്ച് വർഷങ്ങളായി മനസ്സിൽ കേട്ടറിഞ്ഞതും ഞാൻ വിശ്വസിച്ചിരുന്നതും ആയ പല ധാരണകളും ഈ യാത്ര കഴിയുന്നതോടുകൂടി തിരുത്തപ്പെടുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.